നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി ചതയ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പരിശോധിക്കാം. ചതയ നക്ഷത്രക്കാർക്ക് ആദിശൂലമാണ്. അതുകൊണ്ട് തന്നെ ധനനഷ്ടം, രോഗാപത്തുകൾ, അനാവശ്യ ചെലവുകൾ ഇവയൊക്കെയാണ് ഫലം. ചതയ നക്ഷത്രക്കാർക്ക് ബ്രഹ്മാവാണ് ദേവത. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ലഭിക്കും. ഇപ്പോൾ നമുക്ക് ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവരുടെ ഈ പുതുവർഷത്തിലെ സമ്പൂർണ്ണ വിഷുഫലത്തെ നോക്കാം. ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ മുഖം നോക്കാതെ സംസാരിക്കുന്നവരും ശത്രുക്കളെ ജയിക്കുന്നവരും അന്ധവിശ്വാസമില്ലാത്തവരും നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങുന്നവരുമാണ്. എന്നാൽ നല്ല ഗുണങ്ങളുള്ളവരും പിശുക്ക് അധികരിച്ചും ഉള്ളവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിച്ച് സ്വജനങ്ങളിൽ പൂജയും ദേവാരാധനയിലും സജ്ജന പൂജയിലും താല്പര്യവും ഉള്ളവരായിരിക്കും. വിദ്യാഭ്യാസവും ധനവും സമൂഹത്തിൽ പ്രാമുഖ്യവും ഉള്ളവരാണ്. ഉത്തമ കുലജാതരായിട്ടും ഭവിക്കുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ഉം 6ഉം ഭാവങ്ങളിലും ശനി 2ാം ഭാവത്തിലും രാഹു 1ാം ഭാവത്തിലും ചാരവശാൽ സഞ്ചരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രോഗശമനവും സ്ഥിരോത്സാഹവും ഗുണാനുഭവങ്ങളും ലാഭകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അപ്രതീക്ഷിതമായി പൂർവിക സ്വത്തുക്കൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. നിയമപരമായിട്ടുള്ള വ്യവഹാരങ്ങൾ വേണ്ട രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ ദോഷവും ഉണ്ടാകാം. സന്താന ഭാഗ്യവും സ്ഥാനമാറ്റങ്ങളും ഉണ്ടാകാം. 9 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നേരിയ ബാലാരിഷ്ടതയും അതിൽ നിന്ന് മുക്തിയും സുഖവും ഉണ്ടാകുന്നതാണ്. 9 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ളവർക്ക് ഐശ്വര്യങ്ങളും ഉന്നത പഠനത്തിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. വിവാഹ ഐശ്വര്യങ്ങളും ഉദ്യോഗ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ചതയ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉദ്യോഗത്തിലും സമൂഹത്തിലും ഉയർച്ചയും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. 44 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവരെ സംബന്ധിച്ച് ഈ വർഷം പ്രമോഷനും ധനം, ഐശ്വര്യം, ഭാഗ്യം എന്നിവ ഉണ്ടാകുന്നതുമാണ്. 61 വയസ്സിന് മുകളിൽ 68 വയസ്സ് വരെയുള്ളവർക്ക് ഈ വർഷം അഗ്നി, വൈദ്യുതി മുതലായവയിൽ നിന്ന് ദോഷങ്ങളും ക്രൂരമായിട്ടുള്ള കൃത്യങ്ങൾ കൊണ്ട് ദോഷങ്ങളും ഉണ്ടാകുന്നതാണ്. 68 വയസ്സ് മുതൽ സമാധാനവും സുഖവും ധനവും അനുഭവങ്ങളും ഉണ്ടായി സുഖസമൃദ്ധി ഉണ്ടാകുന്നതാണ്. ചതയ നക്ഷത്രക്കാർക്ക് വ്യാഴം 5ലും 6ലുമായിട്ട് സഞ്ചരിക്കുന്ന സമയമാണ്. 7 ശനി അവസാന 2.5 വർഷക്കാലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രാഹു ജന്മരാശിയിലാണ്. രാഹു ഇപ്പോൾ ചതയ നക്ഷത്രത്തിലാണ്. പിന്നീട് മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ്. ഗുണാനുഭവങ്ങളും ഒപ്പം പ്രതിസന്ധികളും ഉണ്ടാകാം. വർഷഫലത്തെ ഏറെക്കുറെ നമുക്കൊന്ന് നോക്കാം. പുതു സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഓരോ ചുവടുപ്പിലും കരുതൽ ഉണ്ടാകേണ്ടതാണ്. കൃത്യനിഷ്ഠ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടങ്ങളിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സംഘടനകളിൽ തങ്ങളുടെ വാക്കുകൾ വിലമതിക്കപ്പെട്ടേക്കാം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതാണ്.